കേരളം നെല്ലറയുടെ നാടായിരുന്നു. കുട്ടനാടിൻ്റെയും പാലക്കാടിൻ്റെയും തൃശ്ശൂരിലെ കോൾ നിലങ്ങളുടെയും നെല്ലെന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിരുന്നു. ഇപ്പോഴും കുട്ടനാടൻ മട്ട എന്നൊക്കെ പറയുന്ന വളരെ നല്ല നെല്ലും അരിയുമൊക്കെ കിട്ടാനുണ്ട്. കേരളത്തിൽ വരുന്ന അരിയുടെ നല്ലൊരു ഭാഗവും പുറം സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് സ്വകാര്യ കമ്പനികളാണ് ഇവിടെ അരി ഉൽപ്പാദനത്തിൽ നിൽക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വയലുകളിൽ വിളയുന്ന നെല്ലിലെ അരി കേരളീയന് കഴിക്കാൻ ഭാഗ്യമില്ലാതെ വരുന്നു എന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ്. നെല്ല് കൃഷി ചെയ്തു കഴിഞ്ഞാൽ കർഷകർ അത് സപ്ലൈക്ക് കൊടുക്കും. സപ്ലൈക്കോയ്ക്ക് വേണ്ടി കമ്പനികൾ എടുക്കും. കമ്പനികൾ അത് അരിയാക്കി നല്ല അരിയാക്കി മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയതിനു ശേഷം അവരിറക്കുന്ന അരിയാണ് നമുക്ക് കഴിക്കാൻ കഴിയുന്നത്. പണ്ടേ മലയാളിയെക്കുറിച്ചൊരു ആക്ഷേപമുള്ളത് നല്ല തേയില ബ്രിട്ടീഷ് രാജ്ഞിക്കും, മോശം തേയില നുള്ളി നമ്മൾ കഴിക്കും. നല്ല കശുവണ്ടി തല്ലി ഒരു ജന്മം മുഴുവൻ കശുവണ്ടി തല്ലുന്ന സ്ത്രീകൾക്കൊരു കശുവണ്ടി പോലും നല്ലത് കഴിക്കാനാകില്ല. നല്ലതെല്ലാം പാക്ക് ചെയ്ത് പോയി തിരിഞ്ഞു വരുന്ന തിരുവിടകളാണ് നമുക്ക് കഴിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ദുര്യോഗമുള്ള നാടാണ്. നമ്മൾ എന്തുൽപ്പാദിപ്പിച്ചാലും നല്ലത് സായിപ്പിന് കൊടുത്ത് പൈസ വാങ്ങിയിട്ട് നമ്മൾ മോശം കഴിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നെൽ കർഷകർക്ക് 646.87 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. എന്തൊരു നാടാണിത്! എന്നിട്ട് കൃഷിയെക്കുറിച്ച് പ്രസാദൊക്കെ വന്ന് തള്ളുന്ന തള്ളു കേട്ടാൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പോഴേ ഉറങ്ങിപ്പോവും. എന്തൊരു നാടാണിത്! എന്തൊരു ഗതികേടാണ്! സംഭരിച്ച നെല്ല് 5.80 ലക്ഷം ടൺ. നെല്ലിൻ്റെ വില 1644 കോടി രൂപ കൊടുക്കാനുണ്ട്. അവിടെ കൊടുത്തത് 997.13 കോടി മാത്രം. കൊടുക്കാനുള്ളത് 646.87 കോടി രൂപയാണ് നെൽ കർഷകർക്ക് കൊടുക്കാനുള്ളത്. ഇത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം അനുവദിച്ചത് 100 കോടി രൂപയാണ്. അപ്പോഴും 546.87 കോടി രൂപ ഇപ്പോഴും നെൽ കർഷകർക്ക് കൊടുക്കാറുണ്ട്. കർഷകർ യഥാർത്ഥത്തിൽ നെൽവില ഇനത്തിൽ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കാനറ ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഉൾപ്പെട്ട കൺസോർഷ്യം കൈമാറിയ തുക സർക്കാരിൽ നിന്ന് ബാങ്കുകൾക്ക് തിരികെ ലഭിക്കാത്ത ലഭിക്കുന്നുള്ള കാലതാമസം അല്ലെങ്കിൽ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ അനിശ്ചിതത്വം വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവർക്ക് ലോൺ എടുത്ത് അവർ ചെയ്യുന്ന കൃഷിക്ക് ഇങ്ങനെ പൈസ കറങ്ങി ലോണിൻ്റെ ബാങ്കിൽ വരുന്ന ഒരു പ്രോസസ്സാണത്. അപ്പോൾ ആ പ്രോസസ്സിൽ കർഷകർ വല്ലാതെ വലയുകയാണ്. പ്രത്യേകിച്ച് കുട്ടനാടൻ കർഷകരാണ് ഇതുവരെ ഇങ്ങനെ പ്രശ്നമുള്ളത്. സർക്കാരിന് ലഭിക്കുന്ന തുകയ്ക്ക് അനുസരിച്ച് PRS പേയ്മെൻറ്റ് നടത്താനാകൂ എന്ന നിലപാടിലാണ് ബാങ്കുകൾ നിൽക്കുന്നത്. അപ്പോൾ ബാങ്കുകൾ പറയുന്നത് ഞങ്ങൾ PRS ഇത് നടത്തണമെങ്കിൽ, ഇടപാട് നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് പൈസ കിട്ടണം. സർക്കാരിൽ നിന്ന് പൈസ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നെല്ല് വാങ്ങി അത് കൊടുത്ത് അതൊരു പ്രോസസ്സാണ്. സപ്ലൈക്കോയും സർക്കാരും കർഷകരും ബാങ്കും എല്ലാം കൂടി ചേരുന്നൊരു നടപടിക്രമമാണ്. പക്ഷേ അതിൽ വലിയ വീഴ്ചയാണ് വന്നിരിക്കുന്നത്. മെയ് അവസാനം വിളവെടുത്തിട്ടുള്ള പൂർത്തിയാക്കി സംഭരിച്ച നെല്ലിൻ്റെ വിലയാണ് തീർക്കാൻ. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കാനറ ബാങ്കിന് 90 കോടി രൂപ സർക്കാർ അനുവദിച്ചെങ്കിലും 8 കോടി പലിശ ഇനത്തിൽ വരവ് വെച്ചു. അപ്പോൾ പലിശയും ഉണ്ട്, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് 82 കോടി രൂപ മാത്രമേ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ ബാങ്കുകൾക്കായി 100 കോടി രൂപയുടെ നൽകിയിട്ടുണ്ടെങ്കിലും വലിയ പ്രതിസന്ധിയാണ്. അതുപോലെ ബാങ്കുകാർ ലോൺ എടുത്തു കൃഷി ചെയ്താൽ മറ്റൊരു ലോണിൽ ചെയ്യുമ്പോൾ സിബിൽ സ്കോർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതൊരു വലിയ ട്രാപ്പാണ്. അപ്പോൾ ഒരു വീട്ടുകാർക്ക് എടുക്കാൻ പറ്റുന്ന ലോണിന് ഒരു പരിധി വെച്ചിട്ടുണ്ട്. അതാണ് സിബിൽ സ്കോർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സിബിൽ സ്കോറിനനുസരിച്ച് മാത്രമേ അവർക്ക് ലോൺ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു അത്യാവശ്യത്തിന് നെൽകൃഷി ചെയ്യുന്ന ഒരു കർഷകൻ നെൽകൃഷിക്ക് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സമയത്തിന് ഈ പറഞ്ഞ പോലെ പൈസയൊന്നും സർക്കാരിൽ നിന്ന് വന്നോ പല രൂപത്തിൽ അവർക്ക് അടയ്ക്കാനൊന്നും കഴിഞ്ഞാതെ വന്നാൽ തീർച്ചയായിട്ടും ഈ സിബിൽ സ്കോർ ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും പിന്നെ അടുത്ത ലോൺ എടുക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് കുഞ്ഞിനെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ചികിത്സയ്ക്കോ എന്തെങ്കിലും. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ലോണിൽ ജനിച്ച് ലോണിൽ വളർന്ന് ലോണിൽ മരിക്കുന്നവരാണ് സാധാരണ കുടുംബങ്ങൾ. മഹാഭൂരിപക്ഷവും ദാരിദ്ര്യത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ വളർന്ന് ദാരിദ്ര്യത്തിൽ മരിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെയുണ്ട്. അതിലാണ് മഹാഭൂരിപക്ഷം കിടക്കുന്നത്. അപ്പോൾ അവർക്ക് നെൽകൃഷി ചെയ്യുന്നതിന് വളരെ കൃത്യമായി കാലാകാലങ്ങളിൽ പൈസ അടച്ചാൽ അവർ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് പൈസ കിട്ടുന്നൊരു സംവിധാനം ഇനി എന്നാണ് ഈ രാജ്യത്ത് വരുന്നത്, ഈ സംസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ് പൈസ തന്നില്ല എന്നുള്ള വിഷയങ്ങൾ പറയും. സംസ്ഥാന ഗവൺമെൻറ് ഇതെല്ലാം കേന്ദ്രവും സംസ്ഥാനവും എല്ലാം ഈ വിഷയങ്ങൾ പറയുമ്പോഴൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് കേന്ദ്രമായാലും സംസ്ഥാനമായാലും എല്ലാം ഒന്ന് തന്നെയാണ്. ജനങ്ങൾക്ക് പൈസ കൃത്യമായി കിട്ടണം. അവർ കൃഷി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പണം കിട്ടണം. അത് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി ഇതിൻ്റെ സോണിച്ചൻ പുളിങ്കുന്ന് എന്ന് പറയുന്ന നെൽ കർഷക സംരക്ഷണ സമിതിയുടെ ഒരു നേതാവ്, ഒത്തിരി നേതാക്കന്മാരൊക്കെ ഓർക്കുന്നുണ്ട്. അതിൽ ഈ സോണിച്ചൻ പുളിങ്കുന്ന് പറയുന്നത് സർക്കാരിൻ്റെ അനാസ്ഥയാണ് നെൽവിതരണം
വില വിതരണം നീളാൻ കാരണം സംഭരിച്ച നെല്ലിൻ്റെ വില യഥാസമയം ലഭ്യമാക്കാൻ സപ്ലൈകോയും ബാങ്കുകളും തയ്യാറാകുന്നില്ല. അന്വേഷിച്ച് ചെല്ലുന്നവരെ കേസിൽ കൊടുക്കുന്ന പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു. അതൊരു വല്ലാത്തൊരു രീതിയാണ്. ആരെങ്കിലും ഇത് അന്വേഷിച്ച് ചെല്ലുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്താൽ അവരെ കേസിൽ കുടുക്കി ഗവൺമെൻറ് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു വശത്ത് കൃഷിയെക്കുറിച്ച് വാദോരാതെ നമ്മൾ സെമിനാർ നടത്തും, കർഷക ദിനം നടത്തും, ചിങ്ങം 1 പരിപാടി നടത്തും. എല്ലാ പഞ്ചായത്തുകളിലും കൃഷിഭവനുകളുണ്ട്. പക്ഷേ പണ്ടാരോ പറഞ്ഞതുപോലെ എല്ലാം ഉണ്ട്, കൃഷി മാത്രമില്ല എന്ന് പറഞ്ഞതുപോലെ ആളുകൂടി എല്ലാം നടന്നു, സമയത്ത് താലി കെട്ടിയില്ല എന്ന് പറയുന്ന കല്യാണം പോലെയാണ് നമ്മുടെ മുഹൂർത്തം കഴിഞ്ഞു പോയി താലി കെട്ടാനുള്ള എല്ലാവരും കൂടി മറ്റ് ബഹളങ്ങളിൽ വന്നതുകൊണ്ടെന്ന് പറയുന്നൊരു രീതിയുണ്ട്. എന്തായാലും നമുക്ക് സങ്കടകരമായ വാർത്തയാണ് നെൽകർഷകരുടെ ഇടയിൽ നിന്ന് വരുന്നത്. ഇനി ഇതിന് പരിഹാരമുണ്ടാക്കാൻ ചില പഠനങ്ങളൊക്കെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിൽ ചില പരിഹാരമുണ്ടാക്കേണ്ടതെങ്കിൽ BJPയുടെ നേതൃത്വത്തിൽ ശ്രീ കുമ്മനം രാജശേഖരനും അതുപോലെ പാലക്കാടുള്ള ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് നേരത്തെ ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, കർഷക മോർച്ചയുടെ നേതാവ്, അവർ നടക്കുന്ന ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അവർ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ പോയി പഠനമൊക്കെ നടത്തിയിരിക്കുകയാണ്. അവർ ഒരുപാട് യോഗങ്ങളൊക്കെ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന് കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഇനി പഠന സംഘമൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. എന്തായാലും കേന്ദ്രവും സംസ്ഥാന ഗവൺമെൻറ്റുകളും പൊളിറ്റിക്കൽ പാർട്ടീസും ഇത് വളരെ കൃത്യമായി ഇടപെടേണ്ടതുണ്ട്. CPIയുടെ ജോലി ചെയ്യണം. BJP എന്തായാലും ഒരു പടി മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം നടക്കട്ടെ. എന്തായാലും നെൽ കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായ നെല്ലിന് ആവശ്യമായ വില യഥാസമയം കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.